വോട്ടർമാർ അറിയാതെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടാൻ CPM ഗൂഢാലോചനയെന്ന് പരാതി. തിരുവനന്തപുരം ചാല വാർഡിലെ 315 ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനാണ് ശ്രമം നടന്നത്. നഗരസഭാ സോണൽ ഓഫീസിൽ CPM നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലായിരുന്നു ക്രമക്കേടിനുള്ള നീക്കം. തിരുവനന്തപുരത്തെ ചാല വാർഡിലെ വോട്ടർമാരെ അറിയിക്കാതെയാണ് പട്ടികയിൽ നിന്ന് പേരുവെട്ടാൻ CPM ഗൂഢാലോചന നടത്തിയത്. നഗരസഭയുടെ ഫോർട്ട് ഓഫീസിലായിരുന്നു ഉദ്യോഗസ്ഥരും നേതാക്കളും ചേർന്ന് ക്രമക്കേടിനുള്ള നീക്കം നടത്തിയത്. സ്ഥിരതാമസക്കാരല്ലെന്ന വാദം നിരത്തി CPM നേതാക്കൾ നൽകിയ പരാതിയിൽ കൃത്യമായ നടപടി സ്വീകരിക്കാതെ പേരുവെട്ടാൻ ഉദ്യോഗസ്ഥർ നീക്കം നടത്തുന്നുവെന്ന് BJPയുടെ പരാതി. രാവിലെ 7 മണി മുതൽ CPMന്റെ നേതാക്കളും പ്രാദേശിക ഗുണ്ടകളൊക്കെ തന്നെ ഈ ഓഫീസ് കയ്യേറി ഇവിടുത്തെ എല്ലാ വാർഡുകളിലെയും സാധാരണപ്പെട്ട പാവപ്പെട്ടവരുടെ ജനങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കുന്ന തരത്തിലുള്ള വോട്ട് വെട്ടി മാറ്റുന്ന ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരതാമസക്കാരല്ലെന്ന വാദം നിരത്തി പേരുവെട്ടാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KP രമേശ് പറഞ്ഞു. ഫോർട്ട് സോണൽ ഓഫീസിലെത്തിയ BJP നേതാക്കൾ ഉദ്യോഗസ്ഥരുടെ നീക്കത്തിനെതിരെ രംഗത്തെത്തി. പേരുവെട്ടാനുള്ള നീക്കത്തിനെതിരെ BJP പ്രവർത്തകർ ശക്തമായി പ്രതികരിച്ചതോടെ പേരുവെട്ടാനുള്ള നീക്കത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്തിരിഞ്ഞു. ഇലക്ഷൻ കമ്മീഷന്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് നമുക്ക് ഒരാൾക്ക് ഒരു പൗരന്റെ വോട്ട് ഒരിക്കലും നമുക്ക് നിഷേധിക്കാനുള്ള അധികാരം നമുക്കില്ല. കാരണം നിലവിൽ ഇപ്പം തന്നിരിക്കുന്ന ഒരാൾ മറ്റൊരിടത്ത് ഒരു ലോക്കൽ ബോഡിയിലോ വേറെ ഒരിടത്തും വോട്ടില്ല എങ്കിൽ നമ്മുടെ അദ്ദേഹത്തിനെ ഇവർ അപേക്ഷ തന്നിരിക്കുന്നതിൻ്റെ കാരണത്തിൽ മാത്രം നമ്മൾ ഒരാളെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രാവശ്യം വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ വോട്ട് അവർക്ക് ഇല്ലാതാകും. അപ്പം ഒരാളുടെ വോട്ട് നിഷേധിക്കാനുള്ള ഒരു അധികാരം ഒരാൾക്കും ഇല്ല. എല്ലാ പൗരന്മാരും വോട്ട് ചെയ്യണമെന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെയും നമ്മുടെയും ആഗ്രഹം. അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവനക്കാരെല്ലാവരും ചെയ്യുന്നത്. ജനം, തിരുവനന്തപുരം.